أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദാലിക ഈസാ ഇബ്നു മറിയം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ശേഷമുള്ള ആയത്തിൽ പറയുന്നു. ദാലിക, ഈ മുമ്പ് പറഞ്ഞ ഈ സംഭവ വികാസങ്ങൾ, ആ ജനിച്ച കുഞ്ഞ്, അത് ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസയാണ്. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ, യഹൂദികളും നസാറാക്കളും ഒക്കെ സംശയത്തിൽ അകപ്പെട്ടതായ വിഷയത്തിലുള്ള ഹഖായ വാക്ക് ഇതാണ്. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവപുത്രനായി കൊണ്ടും ദൈവമായി കൊണ്ടും ഒക്കെ വിശ്വസിക്കാൻ മുതിരുകയുണ്ടായി. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു, അപ്പോൾ ആ സമയത്തുള്ള അല്ലാഹുവിന്റെ ഏകദൈവത്തെ സംബന്ധിച്ചും ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചും അവരെ പരിശുദ്ധരാക്കേണ്ടുന്നതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ഇവിടെ വിശദീകരിക്കുകയാണ്. മാ കാന ലില്ലാഹ്, അല്ലാഹുവിന് യോജിച്ചതല്ല, അൻ യത്തഖിദ മിൻ വലദിൻ, അല്ലാഹു ഒരു സന്താനത്തെ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്നത്. അങ്ങനെ ഒന്ന് ഒരു ദൈവീകതയുമായി യോജിച്ച കാര്യമല്ല. ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടി ദൈവത്തെ, ഒരു കുട്ടി ഇലാഹിനെ ഉണ്ടാക്കി എന്നത് ഒരിക്കലും അല്ലാഹുവിന് യോജിച്ചതല്ല. സുബ്ഹാനഹു, അവൻ വളരെ പരിശുദ്ധനാണ്. അവന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തി പറയണം. ഇദാ ഖളാ അംറ, അല്ലാഹു എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, തീർച്ചയായും അല്ലാഹു ആ കാര്യത്തോട് പറയും, കുൻ, നീ ഉണ്ടാകൂ എന്ന് പറയും. ഫയകൂനു, അപ്പോൾ അതുണ്ടാകും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. അല്ലാഹു എന്തൊരു കാര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാലും അത് ഉണ്ടാകും. അത് മൊത്തത്തിൽ മറിയം ബീവിന്റെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ആ രണ്ടുപേരുടെയും ജനനത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ കുൻ ഫയകൂൻ. അത് യാസീനിലും മറ്റു പല ഭാഗങ്ങളിലും അത് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻ എന്ന് പറയും, ഫയകൂനു, അപ്പോൾ അത് ഉണ്ടാകും എന്നാണ്. അവിടെയും കുൻ എന്ന് പറയാന്നുള്ളതൊന്നും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഇറാദത്ത്, അത് അങ്ങനെ ഉദ്ദേശിക്കുക, അത്രേ ഉള്ളൂ. ഈ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകാൻ പറ്റുന്ന പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ചേർത്തിട്ട് പറയും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ് എന്ന് പറയും.
അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കാൻ പറ്റൂല? അള്ളാഹ്ക്ക് നമ്മളെ മാതിരി ഇങ്ങനെ ഒരു കോളാമ്പിമാരി ഒരു ചെവി ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അതില്ല. ഖുർആനിൽ കാണും അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കൈ എന്ന് കാണും. അപ്പൊ അള്ളാഹ്ക്ക് നമ്മളെ മാതിരി ഇങ്ങനെ ഒരു കൈ ഉണ്ട്, ഇങ്ങനെ വിരലൊക്കെ ഉള്ള ഒരു സാധനം പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ട് എന്നില്ല. അങ്ങനെ പറയാൻ കാരണം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഉണ്ട് എന്നല്ല പറയുന്നത്, അങ്ങനെയൊക്കെ മുസ്ലിം ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹ് രൂപണ്ട്, എന്ത് പിടിയാ. ഇപ്പൊ നമ്മള് പറയില്ലേ അള്ളാന്റെ കുർസി, അള്ളാന്റെ കസേര ആകാശത്തിനെക്കാട്ടും ഭൂമിനെക്കാട്ടും വിശാലമാണ് എന്ന് ഖുർആനിൽ ആയത്ത് കുർസിയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് നമ്മളിപ്പോ ഇരിക്കണമായിട്ട് വലിയ ഒരു കസേര ഇങ്ങനെ ആകാശത്ത് വെച്ചിട്ടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ വെച്ച ആൾക്കാരുണ്ട്. സിംഹാസനത്തിൽ ആസനസ്ഥനായി എന്ന് വെച്ചാൽ രാജാവിരിക്കുന്നത് പോലെ വലിയൊരു സിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ അള്ളാഹ് കയറിയിരിക്കുകയാണ്. അതൊന്നുമല്ല. അവിടെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് അശ്അരി ത്വരീഖത്ത്, മാതുരിദി ത്വരീഖത്ത്, അഖീദയുടെ പ്രധാനപ്പെട്ട 2 സരണികളാണ്. അതിന്റെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ മനുഷ്യരിലേക്കാണല്ലോ ഇത് ഖുർആൻ ഇറങ്ങിയത്. ആ മനുഷ്യർക്ക് അതിനെ കുറിച്ച് ആ മഹാത്മ്യത്തെ മനസ്സിലാക്കി കൊടുക്കാൻ മനുഷ്യൻ മഹാത്മ്യമായി കാണുന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിച്ച് പറഞ്ഞു തന്നു എന്നേ അർത്ഥമുള്ളൂ. അതിന്റെ ഉള്ളടക്കത്തിൽ അല്ലാഹുവിനെ മഹത്വമുള്ളവനാണ് എന്നേ അർത്ഥമുള്ളൂ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാതും കേൾക്കാൻ കഴിയും. അതിനെ ആ കേൾവിക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കും പോലത്തെ മാധ്യമങ്ങൾ അല്ലാഹുവിന് ആവശ്യമില്ല. അത് അല്ലാഹുവിന് ആവശ്യമില്ല. എന്തുകൊണ്ട് ആവശ്യമില്ല? അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമാസലത്തുൽ ഹവാദിസ് എന്ന് പറയുന്ന ഒരു അപകടം വരും. അഥവാ സൃഷ്ടാവും സൃഷ്ടിയും തുല്യമാവുക. സൃഷ്ടാവും സൃഷ്ടിയും തുല്യമല്ല. അല്ലാഹുവിനെ കുറിച്ച് നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പറയുന്നിടത്ത് പറയും മുഖാലഫത്തുൽ ഹവാദിസ് എന്ന് പറയും. അല്ലാഹു സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരായവനാണ്. മുമാസലത്തില്ല, തുല്യതയില്ല. അപ്പൊ അല്ലാഹു ഹവാദിസാണ് സൃഷ്ടികൾ. അപ്പൊ സൃഷ്ടികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും എതിരാവുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ സൃഷ്ടികൾക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് എന്തെല്ലാം പരിമിതികളുണ്ടോ അങ്ങനെയുള്ള ഒരു പരിമിതി ആർക്കില്ല? സൃഷ്ടാവിനില്ല. നമുക്ക് കേൾക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വേണം, ഇത് ശരിക്ക് വർക്ക് ചെയ്യണം, അതിന്റെ എല്ലാ ബയോളജിക്കലായിട്ടുള്ള അതിന്റെ എല്ലാ പിന്നെ ഘടകങ്ങളും കൃത്യമായിരിക്കണം. അപ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. 2000 ഹെർട്സിന്റെ മുകളിലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. 20 ഹെർട്സിന്റെ താഴെയുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതാണ് സയൻസ് പറയുന്നത്. ഉറുമ്പിന്റെ സംസാരം നമ്മൾ കേൾക്കുന്നില്ല, കാരണം അത് 20 ഹെർട്സിന്റെ താഴെയാണ്. 2000 ഹെർട്സിന്റെ മുകളിലുള്ള ഒരു അണുബോംബ് ഇവിടെ പൊട്ടിയാൽ നമ്മളത് എന്താ ഒരു പുക എന്ന് പറയേണ്ടത്? നമ്മൾ ആ ശബ്ദം കേൾക്കില്ല, കാരണം മനുഷ്യന്റെ ചെവിക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ ഖബറിൽ അടക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിന്റെ അടുത്ത് ഒരുമിച്ച് കൂടിയ ആൾക്കാർ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അവിടെ മലക്ക് വരുന്നു, ചോദ്യം ചെയ്യുന്നു. മോശപ്പെട്ട മയ്യത്താണെങ്കിൽ ഹാ എന്ന് ഉച്ചരിക്കുന്നു എന്ന് വളരെ സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറഞ്ഞു അത് ഭൂമിയിലുള്ള എല്ലാവരും കേൾക്കും. ഗൈറു സഖലൈനി, ഇൻസും ജിന്നും ഒഴിച്ച്, കനുള്ള 2 ഒഴിച്ച്. കനം വേറുള്ളവരുണ്ട്, പക്ഷെ കനുള്ള വിലപ്പെട്ട കനം ഞമ്മക്കുള്ളൂ. ഭാഷയിൽ അങ്ങനെ കനുള്ളതെന്ന് നമ്മളെ പറ്റി പറഞ്ഞത് കനം ആടുമ്പോത്തൊക്കെ കനുണ്ട് നോക്കിയാല് അതല്ല, കനുള്ളതെന്ന് പേര് കൂടെ ഞമ്മക്കാണ്. അങ്ങനെ ഉണ്ടല്ലോ, ചില ആൾക്കാർക്കാണ് ചില പേര് വീഴുള്ളൂ. പണി എല്ലാവർക്കും അറിയിക്കാരും, പക്ഷെ പേര് ചില ആൾക്കാർക്ക് എന്താ വീഴുള്ളൂ. അങ്ങനെ ഉണ്ട്. ഇപ്പൊ വണ്ടി എല്ലാവരും വിചാരിച്ചിട്ട് എല്ലാരും പറ്റിയ നാട്ടിൽ ഡ്രൈവർ വിളിക്കൂല. ഒരു പ്രത്യേകം ചില ആൾക്കാർക്ക് ഡ്രൈവർ എന്ന പേര് ഉണ്ടാവും. അത് അങ്ങനെ പേരിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി കനുള്ളതെന്ന് പറഞ്ഞത് മനുഷ്യനും ജിന്നിനെയും പറ്റിയ ഓലുകളില്ല. അല്ലാത്ത ജീവികളും അല്ലാത്ത എല്ലാവരും ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന
അത് 2000 ഹെർട്സിന്റെ മുകളിലുള്ള ശബ്ദമാണ്. നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മളെ ചെവി അതിന് അല്ലാഹു തആല കപ്പാസിറ്റി ഇല്ല, അതിനുള്ള പവർ നമുക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കരുതുമ്പോൾ കുൻ ഫയകൂൻ, അള്ളാഹു കരുതുമ്പോൾ തന്നെ അതങ്ങോട്ട് നടക്കുകയാണ്. അല്ലാതെ മറിയം ബീവി ഗർഭം ധരിക്കാൻ അള്ളാഹുവിന്റെ ദൈവീകമാകുന്ന ഒരു മാനുഷികമായ മനുഷ്യൻ ഇടപെടുന്നത് പോലെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഇടപെട്ടു എന്ന വിശ്വാസം ശരിയല്ല. കാരണം അങ്ങനെ ഇടപെട്ടതുകൊണ്ടാണല്ലോ അവർ ദൈവപുത്രൻ എന്ന് പറയുന്നത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തൊട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞപ്രകാരം പറയുന്നു, നിശ്ചയമായും എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലാഹയാണ്. തീർച്ചയായിട്ടും അല്ലാഹു റബ്ബി എന്റെ റബ്ബാണ്, വറബ്ബുക്കും നിങ്ങളുടെ റബ്ബുമാണ്. അതുകൊണ്ട് ഫഅബ്ദു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഹദാ സിറാത്തുൽ മുസ്തഖീം. അങ്ങനെ എന്നെ റബ്ബാക്കുന്നതിൽ നിന്നും വിട്ട് അല്ലാഹുവിനെ റബ്ബാക്കി ഇബാദത്ത് അല്ലാഹുവിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ശരിയായ വഴി എന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലെങ്കിലും ഭൂമിയിൽ അല്ലാഹു മനുഷ്യർക്ക് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി നമ്മൾ കാണേണ്ടത് എന്താണ്? നമ്മൾ കാണേണ്ടത് നമുക്ക് അല്ലാഹുവിനെ റബ്ബായി കണക്കാക്കാനും ആ റബ്ബിനെ ഇബാദത്ത് എടുക്കാനും നമുക്ക് സാധ്യമായി എന്നതാണ്. സാധ്യമാകും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കിപ്പോ എത്ര വയസ്സായി? ഈ കാലം വരെ നമ്മൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിനെ ആരാധിക്കുന്നു. അങ്ങനെ ചെയ്യാത്ത എത്ര പരകോടി ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഭൂമിയിലുണ്ട്. അവർക്കതിന് സാധ്യമാകുന്നില്ല, അതിനുള്ള മനസ്സില്ല. അപ്പൊ ഇവിടെ വന്ന അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞത് എന്താണ്? ഈ അല്ലാഹുവിനെ ഇബാദത്ത് അത് നിങ്ങൾക്ക് സാധ്യമാകുക, അതാണ് നിങ്ങൾ സഞ്ചരിക്കുന്ന ശരിയായ വളവില്ല ഋജുവായ മാർഗം. ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് അത് വളരെ പ്രധാനമാണ്. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, ഇതങ്ങോട്ട് പറഞ്ഞപ്പോ നസാറാക്കളുടെ ഇടയിൽ നിന്നും ജൂതന്മാരുടെ ഇടയിൽ നിന്നും കൂടെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായി, ഛിന്ന ഭിന്നമായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തോടുകൂടെ അവർ വിവിധ തട്ടുകളിലായി മാറി. ചിലർ പറഞ്ഞു ഇതന്നെയാണ് ദൈവം, ഇതന്നെയാണ് ഇലാഹ് എന്ന് പറഞ്ഞു. ഈസാ നബി തന്നെയാണ് ഇലാഹ്, വേറെ ഇലാഹൊന്നുമില്ല. ചിലര് പറഞ്ഞു അല്ല, ഇലാഹ് വേറെ, ഇത് ഇലാഹിന്റെ ഒരു പുത്രനായ ഇലാഹ്. ചിലര് പറഞ്ഞു അങ്ങനെയല്ല, അള്ളയുണ്ട്, ഈസാ നബി ഉണ്ട്, ഈസാ നബിന്റെ ഉമ്മയുണ്ട്, ഇവര് മൂന്നാളും കൂടെ കൂടിയത് ഒന്നിച്ചൊരു ദൈവം, ഒരു ഇലാഹ്. എന്ന് പറഞ്ഞു. മൂന്ന് ശക്തികൾ കൂടിയതാണ് ഇലാഹ്. ആ മൂന്ന് ശക്തി മൂന്നെണ്ണാണ്. ഇങ്ങനെയൊക്കെ അവർ വിവിധ ഗ്രൂപ്പുകളായി മാറി. പക്ഷേ അപ്പൊ ഉണ്ടായ സംഭവങ്ങളെ ഖുർആൻ വളരെ വ്യക്തമായി മറച്ചു വെക്കാതെ തന്നെ അറബികളോട് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കാലത്തുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു മഹത്തായ ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഈ യഥാർത്ഥ അല്ലാഹുവിന്റെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആ കൃത്യമായ ഏകത്വത്തിനെ നിഷേധിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നാശം, അവർക്കൊക്കെ കഠോരമായ ശിക്ഷകൾ എന്ന് വരാനുണ്ട്. ആ സമയത്ത് അവർ ഇത് എങ്ങനെയായിരിക്കും കേട്ടും കണ്ടും കഴിഞ്ഞുകൂടുക. നമ്മളടുത്തവർ വരുന്ന ദിവസം, മഹ്ശർ എന്നർത്ഥം. നമ്മളടുത്ത് കഴിഞ്ഞ് എല്ലാവരും വരും. ഈ ഭൂമിയിൽ നിന്ന് ജീവിതം, ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് ഇനി അടുത്തൊരു ജീവിതത്തിലേക്ക് എല്ലാവരും കടന്നു വരുന്നു. ആ വരുന്ന ദിവസം ഇവരെ സംബന്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നത് മഹാത്ഭുതകരമായിരിക്കും.
അവരുടെ അവസ്ഥ മഹാത്ഭുതമായിരിക്കും. കാരണം അവരിവിടെ ജീവിക്കുന്നത് ഇപ്പോ വലിയ സൂഫികളായിട്ടാണ്, വലിയ ആത്മീയതയുള്ളവരായിട്ടാണ്. ഈസാ നബിനെ ദൈവമാക്കിക്കൊണ്ട് അവർ വലിയ ഇബാദത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ അവരുടെ തനതായ ശൈലിയും തനതായ കോലവും രൂപവും അവരുടെ അവസ്ഥകളും നാളെ മഹ്ശറിൽ വരുമ്പോൾ കാണുന്നതും അവിടെ വെച്ച് കേൾക്കുന്നതും വലിയ അത്ഭുതത്തോടുകൂടെ കേൾക്കേണ്ടി വരും. കാരണം എന്താ? വലിയ ഭക്തിയിൽ ജീവിച്ച ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. അവർക്ക് വലിയ ഭക്തി ഉണ്ടാവില്ല. പക്ഷെ ആ ഭക്തിയൊക്കെ ഒന്നും അല്ലാതെ ആവുന്ന ദിവസം വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലകിനൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ. അല്ലെങ്കിലും ദുനിയാവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയായ വഴി ഏത്, സിറാത്തുൽ മുസ്തഖീം ഏത് എന്ന് കണ്ടുപിടിക്കൽ വലിയ പണിയാണ്. അത് വലിയൊരു പണിയാണ്. ആ പണി എടുക്കൽ തുടങ്ങിയ വലിയൊരു പണിയാണ്. എന്നാ വളരെ സിമ്പിളാണ്. എന്താ? ആ പണി എടുക്കുന്ന ആൾക്കാരാണ് കൂടെ അങ്ങനെ പോയാൽ മതി. നമ്മളിപ്പോ ഒരു യാത്ര പോകുക, വഴി ഡ്രൈവർ നമുക്കറിയണം ഇല്ല, നമ്മളാ വണ്ടി അവിടെ അപ്പൊ ഒന്നിരിക്കൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പോവുകയാണോ, വഴി കണ്ടു പോകാനുള്ള ത്രാണി വേണം. അല്ലെങ്കിൽ വഴി അറിയണം വണ്ടി കയറി. ഇത് രണ്ടാലൊന്നും ചെയ്യണം. വണ്ടി കയറണം എന്നാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത്. രണ്ടർത്ഥം. ഒന്നില്ലേ ഞങ്ങളെ നല്ല ഡ്രൈവർ വണ്ടിയിൽ കയറ്റണേ, അല്ലെങ്കിലോ ഞങ്ങളെ വണ്ടി നേരെ വിടണേ. അപ്പൊ നല്ലത് കുറച്ച് എളുപ്പമുള്ള പണി എപ്പോഴും വലിയ ഇത് കിട്ടാൻ വേണ്ടി എളുപ്പമുള്ള പണി എടുക്കലായിട്ട് എന്താണ് നല്ല വണ്ടി വഴി അറിയുന്ന ഡ്രൈവർ കൂടെ വണ്ടി. അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ മാർവഴി. അതാണ് ഏറ്റവും വലിയൊരു പണി. അതാണ് ലകിനൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ. അല്ലെങ്കിൽ ഇത് സംഭവിച്ചു പോകും. എന്ത്? അല്ലാലിമൂന, അക്രമികൾ. എന്തക്രമം? അല്ലാഹുവിന്റെ ഏകത്വത്തിന് കളങ്കം വരുത്തിയവർ. അൽ യൗമ, അന്നത്തെ ദിവസം, ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. നബിയെ, തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, ഭയപ്പെടുത്തുന്നതോടുകൂടെയുള്ള അറിയിപ്പ് കൊടുക്കുക. അതാണ് അന്തിർ എന്ന് പറഞ്ഞാൽ. ഭയപ്പെടുത്തുന്ന രൂപത്തിൽ വിവരം കൊടുക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക. എന്തിനെ സംബന്ധിച്ച്? യൗമൽ ഹസറ, നാശവും നഷ്ടവും ഉണ്ടാകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച്. യൗമുൽ ഹസറ, പരാജിതർ പരലോകത്ത് വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് യൗമുൽ ഹസറ. നാശവും നഷ്ടവും ഉണ്ടാവുന്ന ദിവസം. ഇത് കുറിയെല്ലാം കാര്യങ്ങൾ വിധിക്കപ്പെടുമ്പോൾ വഹും ഫീ ഗഫലത്തിൻ വഹും ലാ യുഅ്മിനൂൻ, അവർ അശ്രദ്ധയിലാണ്, അവർ വിശ്വാസികളുമല്ല. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ, തീർച്ചയായും ഞാൻ എന്ത് ചെയ്യുന്നു? നഹ്നു നരിസുൽ അർള, ഈ ഭൂമിയെ മുഴുവനും ഞാനാണ് അനന്തരമെടുക്കുക. ഭൂമി ഇപ്പൊ പലവർക്കും തുണ്ടമായി വിതരണം ചെയ്തിട്ടുണ്ടാവും. ഒരാൾക്ക് 50 ഏക്കർ, ഒരാൾക്ക് 25 ഏക്കർ, ഒരാൾക്ക് 25 സെന്റ്, ഒരാൾക്ക് 10 സെന്റ്, ഒരാൾക്ക് 5 സെന്റ്, ഇങ്ങനെ വിതരണം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഉടമാവകാശത്തെ മുഴുവനും ഇവിടെ ക്യാൻസൽ ചെയ്യപ്പെടും. മനുഷ്യനിൽ നിന്ന് അതെല്ലാം അല്ലാഹു തആല ഊരിയെടുക്കും. എന്നിട്ട് ഞാനാണ് ഈ ഭൂമിയെ അനന്തരമെടുക്കുന്നവൻ. യഥാർത്ഥ അനന്തരാവകാശി മനുഷ്യനല്ല, അത് ഞാനാണ്. വമൻ അലൈഹ, ഭൂമിയിലുള്ള എല്ലാവരെയും ഞാനാണ് അനന്തരമെടുക്കുക. അപ്പോ ഭൂമിയെയും ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെ മുഴുവനും ഞാൻ അനന്തരമെടുക്കും. വഇലൈനാ യുർജഊൻ, നമ്മിലേക്ക് അവരെ മുഴുവനും തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ ചരിത്ര സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും അത് മിൻ ഗൈരി അബിൻ, ഒരു യഥാർത്ഥ ജനനത്തിൽ നിന്നുള്ള സ്വഭാവത്തിലൂടെ അല്ലാതെ, ഒരു പിതാവില്ലാതെ അല്ലാഹു ജനിപ്പിച്ച ജനനമാണ് എന്ന കാര്യം നിങ്ങളെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങളെ അല്ലാഹുവിൽ നിന്ന് അകറ്റാൻ കാരണമാകരുത്. ഏതൊരു സാധനത്തെയും ഏതൊരു സംഗതിയെയും അതിനെ നമ്മൾ വീക്ഷിക്കുന്നതും നമ്മൾ ദർശിക്കുന്നതും നമ്മൾ ഉൾക്കൊള്ളുന്നതും അനുസരിച്ചായിരിക്കും അത് ഗുണമുണ്ടാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വഅൻദിറുഹും യൗമൽ ഹസ്റ, നാശവും നഷ്ടവും ഉണ്ടാകുന്ന ദിവസം നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഈ ആയത്തുണ്ടല്ലോ. ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്നതിന്റെ മുമ്പ് പുണ്യപ്രവാചകർ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. നാളെ മഹ്ശറിൽ സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്നവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തി, നരകത്തിലേക്ക് കടത്തുന്നവരെ നരകത്തിലേക്കും കടത്തി, എന്നിട്ട് അവിടെ ഒരു ആടിനെ കൊണ്ടുവന്ന് നിർത്തുമത്രേ. നല്ലൊരു ആട്, ഉഷാറായ ഉദഹീയത്തിന് കൊണ്ടുവന്ന ആടിനെ നല്ല മുട്ടനാട്. എന്നിട്ട് അല്ലാഹു പറയും അത്രേ, നോക്കൂ നിങ്ങൾ, രണ്ടു കൂട്ടരോടും നോക്കാൻ പറയുന്നു. രണ്ടു കൂട്ടരും നോക്കുന്നു, നരകത്ത് കടത്തുന്നവർ നോക്കുന്നു, സ്വർഗത്ത് കടത്തുന്നവർ നോക്കുന്നു. അപ്പൊ നല്ലൊരാടാ. അവരോട് ചോദിക്കും, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഈ ആട് എന്താണെന്ന് അറിയുമോ? അപ്പൊ അവര് പറയും, അത് മരണമാണ്. മരണം. ഈ മരണം എന്ന് പറയുന്ന ഈ സാധനത്തിന് അതിപ്പോ എന്താ ഒരു ആശയാണ്. മരണം എന്നുള്ളത് ഇപ്പൊ നമ്മള് ജിലേബി അറിയണ വലിയ സാധനമല്ല. അല്ല, മരം ഒരു സാധനമാണോ മരണം? അല്ല, അതൊരു ആശയാണ്. നമുക്കിപ്പോ ഇപ്പത്തെ അവസ്ഥയിലേക്ക് പറയുന്നത്, നമ്മളെ ദുനിയാവിൽ പോയി മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയ കാണുന്ന സാധനം അല്ലല്ലോ. അല്ല, ആ സാധനത്തിന് അല്ലാഹു ഒരു ആടിനാക്കി കൊണ്ടുപോകും. സഹീഹായ ഹദീസിലുള്ളതാ, ബുഖാരിയിലും മുസ്ലിമിലും കണ്ടു. എന്നിട്ട് ഈ ആടിനെ അവിടെ വെച്ച് നടത്തണം. എന്തിനാർത്ത്? ഇനി മരണമല്ല. മരണം എന്ന് പറഞ്ഞ സാധനത്തിന് അർത്ഥ ഒഴിവാക്കി. അപ്പൊ ഇനി പിന്നെ മരണമല്ല. മരണം ദുനിയാവുന്ന മരണം എന്നുള്ള പരിപാടി കഴിഞ്ഞു. സ്വർഗത്തിൽ കടന്നാലോ പിന്നെ ഒരു 40-30 ഇടയിലുള്ള പ്രായം അങ്ങനെ നിലനിൽക്കുക. പിന്നെ ക്ഷീണമില്ല, പിന്നെ തളർച്ചയില്ല, പിന്നെ വാർദ്ധക്യമില്ല, പിന്നെ എന്നും ആരോഗ്യ ദൃഢഗാത്രരായ ജീവിതമാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെയാണ് അസ്ഫൽ സാഫിലീൻ എന്ന് പറഞ്ഞ അവസ്ഥ. ഇവിടെ എന്ത് ചെറുതെന്നിങ്ങനെ തുടങ്ങി വലുതിങ്ങനെ പോയി വലുതെന്നിങ്ങനെ ചെറുത് ഗ്രാഫ് ഉണ്ട്. അതൊക്കെ ഇവിടെ ഉള്ളൂ. അത് അർത്ഥത്തിന് ശേഷം ഇങ്ങനെ ഈ സംഭവം റസൂൽ പറഞ്ഞിട്ട് പിന്നെയാണ് എന്ന ആയത്ത് കേൾപ്പിച്ചത്. ഈ ആയത്ത് ഓതുന്നതിന്റെ മുമ്പ് ഈ ഇങ്ങനെ സംഭവം റസൂൽ പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ്. അപ്പൊ അവിടെ എന്തുണ്ട്? ചേതന വസ്തുക്കളെ അചേതന വസ്തുക്കളെ ചേതന വസ്തുക്കളാക്കിക്കൊണ്ടും ചേതന വസ്തുക്കളെ അചേതന വസ്തുക്കളാക്കിക്കൊണ്ടും ഒക്കെ രൂപാന്തരങ്ങൾ മാറ്റാൻ അല്ലാഹു ഖുദ്റത്തുണ്ട്. മരണം എന്ന സാധനത്തിനെ ആടിനെ പോലെ കൊണ്ടുവരാൻ അല്ലാഹു സാധിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ അത്തരം സംഭവ വികാസങ്ങൾ അതൊക്കെയാണ് അമ്പിയാക്കളിലൊക്കെ മുഇ്സത്തായിട്ടും കറാമത്തായിട്ടും വരുന്നത്. അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ്. അത് അല്ലാഹുവിന്റെ ഖുദ്റത്തിൽപ്പെട്ട സംഗതിയാണ്. അത് എന്തല്ല, ആദിയായ കാരണമല്ല, സാധാരണ ഉണ്ടാവുന്ന സംവിധാനത്തിൽപ്പെട്ടതല്ല, അസാധാരണ സംവിധാനങ്ങളാണ്. അങ്ങനത്തെ അസാധാരണ സംവിധാനങ്ങളിലേക്ക് ബന്ധപ്പെടാൻ അല്ലാഹുവിന്റെ ഖുദ്റത്തിന് കഴിവുണ്ട്. ഇവിടെ ഒരു വഖഫാണ്. ഇനി നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗത്തേക്ക് കടക്കുക. അത് ഇൻഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്
لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിന് ആഫിയത്ത് നൽകണേ അല്ലാഹ് ഹിദായത്ത് നൽകണേ അല്ലാഹ് ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കും ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഇബാദത്തിന് തടസ്സമാകുന്ന പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാഹ് റഹ്മാനും റഹീമുമായ തമ്പുരാനെ നിന്നെ അറിഞ്ഞ് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് മഅരിഫത്തിന്റെ ബാബുകൾ തുറന്നു തരണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും നാട്ടുകാരിലും ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാഹ് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ് മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ് റഹ്മാനേ ഞങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് തഅല്ലുമ തഅലീം തദ്രീസ് ദർസ് ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാഹ് യഖീനി മുഖിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് മുഖിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ് വിശിഷ്യായി മഖ്ബറയിൽ വിശ്രമം കൊണ്ട് കിടക്കുന്നവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും സ്വർഗ്ഗത്തിന്റെ ഹിലാലിൽ ചേർക്കണേ അല്ലാഹ് ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്കുള്ള കവാടം തുറന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وعلى آله وصحبه أجمعين سبحان ربك الحمد لله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد